ദിനത്തോടനുബന്ധിച്ച് MES അസ്മാബി കോളേജ് മലയാള വിഭാഗവും ഫോക്ലോർ ക്ലബ്ബും കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സെമിനാറും അനുഷ്ഠാന കലാവതരണവും സംഘടിപ്പിച്ചു. കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഫോക്ലോർ പഠനവും സമകാലിക സാംസ്കാരിക പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ പ്രശസ്ത ഫോക്ലോർ ഗവേഷകനും കോഴിക്കോട് സർവകലാശാല ഫോക്ലോർ വിഭാഗം മുൻ മേധാവിയുമായ EK ഗോവിന്ദവർമ്മ രാജ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ കോളേജ് മാനേജിംഗ് സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, മലയാള വിഭാഗം അധ്യക്ഷതയും ഫോക്ലോർ ക്ലബ് കൺവീനറുമായ ഡോക്ടർ JC ഡേവിഡ്, സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടർ ഡോക്ടർ KP സുമേധൻ, രമ്യ C ജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കണ്ണൂരിൽ നിന്നും സരിത് ബാബുവും സംഘവും തെയ്യാട്ടം അനുഷ്ഠാന കലാവതരണം നടത്തി. വീണ്ടും പോയി കാറ്റും മഴയും വന്നപ്പോൾ മണ്ണാകട്ട മണ്ണിൽ അലിഞ്ഞുപോയി, കാറ്റത്ത് കരിയില പറന്നുപോയി. നമ്മളിത് വളരെ നിസ്സാരമായ കഥയിലാണ്. ആ കഥയിൽ എന്ന് പറയുന്നത്, ആ കഥയിൽ പറയുന്നൊരു കാര്യം ഒരു ഫിലോസഫി. എപ്പോഴാണെന്ന് ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെ എപ്പോഴാണ് കാശിക്ക് പോവുക? മനുഷ്യൻ കാശിക്ക് പോകുന്ന കാലം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞ് സന്യാസാശ്രമത്തിലേക്ക് എത്തുമ്പോഴാണ്. എല്ലാം കരിയിലയാവുക എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ്റെ ജീവിതമൊക്കെ പോയി വളരെ പ്രായമാകുമ്പോഴാണ് പോവുക. മണ്ണാങ്കട്ട ഒന്നിനും കൊള്ളാത്തതാണ്. അങ്ങനെ പോകുമ്പോഴോ അതിനെ ശരീരത്തിനെയും ആത്മാവുമായി ബന്ധപ്പെടുത്തുകയാണ്. ശരീരം എന്നുള്ളത് മണ്ണാങ്കട്ടയും കരിയില എന്നുള്ളത് പ്രാണനും. ആ മണ്ണാങ്കട്ട മഴ വരുമ്പോൾ അരിത്തു പോകും. പ്രകൃതിയുടെ ക്ഷോഭം ഉണ്ടാകുമ്പോൾ മണ്ണാങ്കട്ട ഇല്ലാതാകുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ കരിയില ശ്രമിക്കുന്നു. കരിയില പാകം പറഞ്ഞതിലാക്കാൻ മണ്ണാങ്കട്ട ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രാണൻ, ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകുന്ന അവസ്ഥയാണ്. ബോഡി ഡോക്ടർ ശ്രദ്ധ നോക്കും, എങ്ങനെയാണെന്ന് ഏതെങ്കിലും ജീവന്റെ അംശം കൊണ്ടോ നോക്കും, പിടിച്ചു വെക്കാൻ കഴിയുന്നത്. അപ്പം അതുപോലെ ഇത് ശരീരവും നമ്മുടെ പ്രാണനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. പക്ഷെ പ്രകൃതി പഴക്കുമ്പോൾ രണ്ടും ഇല്ലാതാകും.